ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽ പിക്ചേഴ്സ് അഥവാ ബഹുപദ ചിത്രങ്ങൾ എന്ന പാഠഭാഗത്തിലെ 216ാമത്തെ പേജിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങളാണ്. അതിനു മുമ്പേ 10ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്ന പാഠഭാഗത്ത് പോളിനോമിയൽസിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോളിനോമിയൽ തന്നാൽ അതിൻ്റെ ഗ്രാഫ് അല്ലെങ്കിൽ ചിത്രം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതും, അതേപോലെ തന്നെ ഒരു ഗ്രാഫ് തന്നാൽ അതിൽ നിന്നും ഒരു പോളിനോമിയൽ, ആ ഗ്രാഫിൻ്റെ പോളിനോമിയൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതുമാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദീസ് പോളിനോമിയൽസ്. ചുവടെയുള്ള ബഹുപദങ്ങളുടെ ചിത്രരൂപം വരയ്ക്കുക. ഇവിടെ നമുക്ക് 5 പോളിനോമിയൽസ് തന്നിട്ടുണ്ട്. ഈ 5 പോളിനോമിയൽസിൻ്റെയും ചിത്രം അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അതിലെ ഫസ്റ്റ് പാർട്ട് നോക്കാം. ഫസ്റ്റ് പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 1. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോളിനോമിയൽ. ഈ ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പോളിനോമിയൽ തന്നിട്ട് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ, എപ്പോഴും ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം. ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ നോക്കുക. തന്നിട്ടുള്ള പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 1. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 1. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ. ഈ ഒരു പോളിനോമിയലിൽ നമ്മൾ എക്സിന് പകരം ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാം. എക്സിന് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത് എന്ന് നോക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ഞാനിവിടെ എക്സിന് 0, 1, 2, -2 ഇത്രയും വാല്യൂസാണ് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ വാല്യൂ ചൂസ് ചെയ്യുമ്പം 0യും അതേപോലെ 1-2 പോസിറ്റീവ് വാല്യൂസും അതേപോലെ നെഗറ്റീവ് വാല്യൂസും രണ്ടും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 0, 1, 2, -2 ഇത്രയും വാല്യൂസാണ് കൊടുക്കുന്നത്. ഇത്രയും വാല്യൂസ് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത് എന്ന് നോക്കണം. ആദ്യം നമുക്ക് എക്സിന് 0 കൊടുക്കാം. when x equal to 0, p of x എന്നുള്ളത് p of 0 ആയി മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ p of 0യുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് p of 0യുടെ വാല്യൂ ആണ്. p of 0 ഈക്വൽ ടു p of 0 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ പോളിനോമിയൽ p of x ഈക്വൽ ടു 2x മൈനസ് 1 ആണ്. അതിൽ എക്സിന് പകരം 0 കൊടുക്കുക. അപ്പോൾ 2x മൈനസ് 1 എന്നതിന് പകരം 2 ഇൻറ്റു 0 മൈനസ് 1 എന്നാവും. 2 ഇൻറ്റു എക്സിന് പകരം 0, 2 ഇൻറ്റു 0 മൈനസ് 1. 2 ഇൻറ്റു 0 0 ആണ്. അപ്പോൾ 0 മൈനസ് 1 ഈക്വൽ ടു -1 എന്ന ആൻസർ കിട്ടും. അതായത് എക്സിന് 0 കൊടുത്താൽ നമുക്ക് പി ഓഫ് എക്സ് -1 എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ എക്സിന് 1ഉം 2ഉം -2ഉം കൊടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത് എന്ന് നോക്കണം. അടുത്തത് പി ഓഫ് 1ൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കണം. പി ഓഫ് 1, പി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 1 ആണ്. അതിൽ എക്സിന് പകരം 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് പി ഓഫ് 1 കിട്ടും. പി ഓഫ് 1 ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന് പകരം 1 കൊടുത്താൽ 2 ഇൻറ്റു 1 മൈനസ് 1. 2 ഇൻറ്റു 1 2 ആണ്. അപ്പോൾ 2 മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് എക്സിന് 1 കൊടുത്താൽ പി ഓഫ് എക്സ് 1 തന്നെയാണ്. നെക്സ്റ്റ് എക്സിന് 2 കൊടുക്കുക. പി ഓഫ് 2 ആയിരിക്കും. പി ഓഫ് 2 ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന് 2 കൊടുത്താൽ 2 ഇൻറ്റു 2 മൈനസ് 1. 2 ഇൻറ്റു 2 4. 4 മൈനസ് 1 ഈക്വൽ ടു 3. എക്സിന് 2 കൊടുക്കുമ്പം പി ഓഫ് എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. ലാസ്റ്റ് എക്സിന് -2 കൊടുത്ത് നോക്കാം. പി ഓഫ് -2. പി ഓഫ് -2 ഈക്വൽ ടു 2x മൈനസ് 1 എന്നതിൽ എക്സിന് പകരം -2 കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു -2 -1 എന്ന് കിട്ടും. 2 ഇൻറ്റു -2 -4 ആണ്. -4 -1 ഈക്വൽ ടു നമുക്ക് -5 എന്ന് കിട്ടും. അതായത് നമ്മളിപ്പോൾ എക്സിന് 0, 1, 2, -2 ഇത്രയും വാല്യൂസ് കൊടുത്തപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂസ് -1, 1, 3, -5 എന്നിങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വാല്യൂസ് ഗ്രാഫിൽ അടയാളപ്പെടുത്തണം. ഗ്രാഫിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ, എക്സും പി ഓഫ് എക്സും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
എക്സിൻ്റെ വാല്യൂ എക്സ് ആക്സിസിലും പി ഓഫ് എക്സിൻ്റെ വാല്യൂ വൈ ആക്സിസിലും അടയാളപ്പെടുത്തണം. ആദ്യം എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് -1. അപ്പം നമ്മുടെ പോയിന്റ് ഇവിടെ വരും. എക്സ് -1 എന്നുള്ള പോയിന്റ് ഇവിടെ വരും. അടുത്തത് എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സും 1. അതായത് എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സും 1. എക്സിനും പി ഓഫ് എക്സിനും 1 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, പോയിന്റ് ഇവിടെ വരും. അടുത്തത് എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 3. എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 3 ആണ്. ഇവിടെ വരും. ഇതും ഇതോടെ യോജിപ്പിച്ചാൽ നമുക്ക് ഇവിടെ വരും പോയിന്റ്. ഓക്കെ. അടുത്തത് എക്സിന് -2. ഇവിടെ -2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് -5 ആണ് ഇവിടെ. അപ്പം ഈ 2 പോയിൻ്റ് കൂടെ കണക്ട് ചെയ്താൽ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരിക. ഇനി ഈ 4 പോയിന്റും കൂടെ യോജിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ ഗ്രാഫ് കിട്ടി. ഈ 4 പോയിന്റും കൂടെ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പം നമുക്ക് യോജിപ്പിക്കാം. ഇതാണ് ഗ്രാഫ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് -1. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഈ പോളിനോമിയലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത്. എക്സിന് നമുക്ക് നേരത്തെ പോലെ തന്നെ 0, 1, 2, -2 ഇത്രയും വാല്യൂസ് കൊടുക്കാം. ഇത്രയും വാല്യൂസ് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കണം. നമുക്കറിയാം നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് -1 ആണ്. ഇതിൽ എക്സിന് നമ്മൾ 0, 1, 2, -2 ഇത്രയും വാല്യൂസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്നുള്ളത് പി ഓഫ് 0 ആയി മാറും. പി ഓഫ് 0 ഈക്വൽ ടു എക്സിന് പകരം 0 കൊടുക്കുക. 0 -1 എന്ന് വരും. 0 -1 -1 ആണ്. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ പി ഓഫ് എക്സ് -1 എന്ന് കിട്ടി. നെക്സ്റ്റ് എക്സിന് 1 കൊടുക്കുക. എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് 1 കാണണം. എക്സ് -1 എന്നതിന് പകരം എക്സിന് 1 കൊടുത്താൽ 1 -1 ആവും. 1 -1 0. അപ്പോൾ പി ഓഫ് 1 0 എന്ന് കിട്ടി. നെക്സ്റ്റ് എക്സിന് 2 കൊടുക്കാം. എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് 2 ഈക്വൽ ടു എക്സ് -1. എക്സിന് പകരം 2 കൊടുത്താൽ 2 -1 ആവും. 2 -1 ഈക്വൽ ടു 1. അപ്പോൾ പി ഓഫ് 2ൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. ലാസ്റ്റ് എക്സിന് -2 കൊടുക്കാം. പി ഓഫ് -2 കാണാൻ വേണ്ടിയിട്ട് എക്സിന് പകരം -2 കൊടുക്കുക. അപ്പോൾ നമുക്ക് -2 -1 എന്ന് കിട്ടും. -2 -1 ഈക്വൽ ടു -3 ആണ്. അപ്പോൾ എക്സിന് -2 കൊടുത്താൽ പി ഓഫ് എക്സ് -3 എന്ന് കിട്ടി. ഇനി ഈ പോയിന്റ് ഒക്കെ ഗ്രാഫിൽ അടയാളപ്പെടുത്തണം. ആദ്യം എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് -1 ആണ്. ഇവിടെ വരും പോയിന്റ്. അടുത്തത് എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0. എക്സിന് 1 കൊടുത്താൽ പി ഓഫ് എക്സ് 0 എന്ന് പറയുമ്പം ഇവിടെ. നെക്സ്റ്റ് എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 1. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെ വരും, ഇവിടെ. അടുത്തത് എക്സിന് -2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് -3. എക്സിന് -2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് -3. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെ വരും. ഈ 4 പോയിന്റും കൂടെ യോജിപ്പിച്ചാൽ നമ്മുടെ ഗ്രാഫ് കിട്ടി. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ. അടുത്ത പോളിനോമിയലാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 - x. നേരത്തെ ചെയ്ത പോലെ എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സിന് നമുക്ക് 0, 1, -1 ഇത്രയും വാല്യൂസ് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എത്രയാണ് കിട്ടുന്നത് നോക്കാം. നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 - x. അതിന് ആദ്യം എക്സിന് പകരം നമുക്ക് 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ പി ഓഫ് 0 ആവും. പി ഓഫ് 0യുടെ വാല്യൂ കാണാൻ വേണ്ടി എക്സിന് പകരം 0 കൊടുക്കണം. 1 - എക്സിന് പകരം 0 കൊടുത്താൽ 1 - 0. 1 - 0 ഈക്വൽ ടു 1. അപ്പോൾ എക്സിന് 0 കൊടുത്തപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി. നെക്സ്റ്റ് എക്സിന് 1 കൊടുക്കാം. പി ഓഫ് 1 കാണണം. 1 - x എന്നതിന് പകരം 1 - എക്സിന് 1 കൊടുത്താൽ 1 - 1. 1 - 1 ഈക്വൽ ടു 0. അതായത് എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും.
ലാസ്റ്റ് -1 കൊടുക്കാം. പി ഓഫ് -1 എക്സിന് പകരം -1 പി ഓഫ് -1 ഈക്വൽ ടു 1 മൈനസ് എക്സിന് പകരം -1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വരിക 1 -1. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2 മൈനസ് വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഇക്വേഷനിലുള്ള നമ്മുടെ പോളിനോമിയലിലുള്ള മൈനസ് ആണ്. 1 മൈനസിൻ്റെ മൈനസ് ആണ് ആദ്യത്തെ മൈനസ്. ഓക്കെ, അതിനുശേഷം എക്സിൻ്റെ വാല്യൂ ഇവിടെ -1 ആണ്. അതുകൊണ്ടാണ് -1 എന്നിട്ടിട്ടുള്ളത്. അപ്പോൾ 1 മൈനസ് -1 2 മൈനസും കൂടെ പ്ലസ് ആവും. 1 + 1 ആവും. 1 + 1 ഈക്വൽ ടു 2. അപ്പം എക്സിന് -1 കൊടുത്താൽ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. ഇനി ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഗ്രാഫിൽ അടയാളപ്പെടുത്താം. ആദ്യം എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 1 ഇവിടെ വരും. പിന്നെ എക്സിന് 1 കൊടുക്കുമ്പം പി ഓഫ് എക്സ് 0 ഇവിടെ. അടുത്തത് എക്സിന് -1 കൊടുക്കുമ്പം പി ഓഫ് എക്സ് 2. -1 കൊടുത്താൽ പി ഓഫ് എക്സ് 2 ഇവിടെ വരും. ഈ 3 പോയിന്റും കൂടെ യോജിപ്പിച്ചാൽ നമുക്ക് ഗ്രാഫ് കിട്ടി. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള 3 പോയിന്റും കൂടെ യോജിപ്പിച്ച് വരയ്ക്കുന്ന ആ ഒരു ലൈനാണ് നമ്മുടെ ഗ്രാഫ്. നാലാമത്തെ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇതിലും നമ്മൾ എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത് നോക്കാം. അതിനനുസരിച്ച് ഗ്രാഫ് വരയ്ക്കാം. നമുക്ക് ആദ്യം എക്സിന് 0 കൊടുക്കാം. 1 2 -2 ഇത്രയും വാല്യൂസ് ഒന്ന് കൊടുത്ത് നോക്കാം. എക്സിന് 0 കൊടുത്താൽ പി ഓഫ് എക്സ് എന്തായിരിക്കും? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സിന് 0 കൊടുത്താൽ പി ഓഫ് 0 ആവും. പി ഓഫ് 0 ഈക്വൽ ടു എന്തായിരിക്കും? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ പി ഓഫ് 0 ഈക്വൽ ടു 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ പി ഓഫ് 1ഓ? പി ഓഫ് 1 ഈക്വൽ ടു 1. കാരണം എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ പി ഓഫ് 0 ഈക്വൽ ടു 0, പി ഓഫ് 1 ഈക്വൽ ടു 1, അതേപോലെ പി ഓഫ് 2 ഈക്വൽ ടു 2 ആയിരിക്കും. പി ഓഫ് -2 ഈക്വൽ ടു -2 ആയിരിക്കും. അപ്പോൾ പോയിന്റ്സ് നമുക്ക് എളുപ്പത്തിൽ കിട്ടി. ഇനി ഇത് ഗ്രാഫിൽ അടയാളപ്പെടുത്താം. എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0. അപ്പോൾ ഇവിടെയാണ് പോയിന്റ് വരിക. അടുത്തത് എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 1 ഇവിടെ. എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 2 ഇവിടെ വരും. എക്സിന് -2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് -2 ഇവിടെ. ഈ പോയിന്റ്സ് എല്ലാം കൂടെ കൂട്ടി വരച്ചാൽ നമ്മുടെ ഗ്രാഫ് കിട്ടി. ഇനി ലാസ്റ്റത്തെ പോളിനോമിയലാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു -x. ഇതാണ് പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു -x. ഇതിൽ എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ നോക്കണം. എക്സിന് നമുക്ക് 0 1 -1 ഇത്രയും വാല്യൂസ് കൊടുക്കാം. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ കാണണം. നമുക്കറിയാം പി ഓഫ് എക്സ് ഈക്വൽ ടു -x ആണ്. അപ്പം പി ഓഫ് 0 എന്തായിരിക്കും? 0 അല്ലേ? എക്സിന് പകരം 0 കൊടുക്കുക. അപ്പോൾ പി ഓഫ് 0 ആവും. നെക്സ്റ്റ് പി ഓഫ് 1. പി ഓഫ് 1 ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു -x ആണെങ്കിൽ പി ഓഫ് 1 ഈക്വൽ ടു -1. നെക്സ്റ്റ് -1 കൊടുക്കാം എക്സിന് പകരം. പി ഓഫ് -1 കാണണം. പി ഓഫ് -1ൻ്റെ വാല്യൂ എന്തായിരിക്കും? പി ഓഫ് എക്സ് -x ആണെങ്കിൽ പി ഓഫ് -1 എന്തായിരിക്കും? -1. മൈനസും മൈനസൂടെ പ്ലസ് ആയാൽ 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 0 കൊടുത്തപ്പോൾ, അതായത് എക്സിന് 0 കൊടുത്തപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് 0 കിട്ടി. എക്സിന് 1 കൊടുത്തപ്പം പി ഓഫ് 1 -1 കിട്ടി. എക്സിന് -1 കൊടുത്തപ്പം പി ഓഫ് -1 1 എന്ന് കിട്ടി. ഈ പോയിന്റ്സ് ഇനി ഗ്രാഫിൽ അടയാളപ്പെടുത്താം. എക്സിന് 0 കൊടുത്താൽ പി ഓഫ് എക്സ് 0. എക്സിന് 1 കൊടുത്താൽ പി ഓഫ് എക്സ് -1 ഇവിടെ വരും. ഇവിടെ. അടുത്തത് എക്സിന് -1 കൊടുത്താൽ പി ഓഫ് എക്സ് 1. എക്സിന് -1 കൊടുത്താൽ പി ഓഫ് എക്സ് 1 ഇവിടെ വരും. ഇനി ഈ 3 പോയിന്റും കൂടെ യോജിപ്പിച്ചാൽ നമ്മുടെ ഗ്രാഫ് കിട്ടി. ഇതാണ് ഗ്രാഫ്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് പോളിനോമിയൽസ് തന്നാൽ ആ പോളിനോമിയൽസിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ്. ഇവിടെ 5 പോളിനോമിയൽസ് തന്നു. 5 എണ്ണത്തിൻ്റെയും ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് പഠിച്ചു. ഈ ഒരു ഭാഗം ക്ലിയർ അല്ലേ? നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്
ഫൈൻഡ് ദി പോളിനോമിയൽസ് വിച്ച് ഹാസ് ദീസ് ലൈൻസ് ആസ് ദെയർ ഗ്രാഫ്സ്. ചുവടെയുള്ള വരകളുടെ ബഹുപദ രൂപം കണ്ടുപിടിക്കുക. അതായത് നമുക്കിവിടെ 3 ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തത് നമുക്ക് പോളിനോമിയൽസ് തന്നിട്ടുണ്ടായിരുന്നു. ആ പോളിനോമിയൽസിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ. ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നിന്നും ഓരോ ഗ്രാഫിൻ്റെയും പോളിനോമിയൽ ഏതാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉപയോഗിച്ച് ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാണ് നമ്മൾ ഏതാണ് പോളിനോമിയൽ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ഗ്രാഫ് ഇതാണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫ്. ഈ ഒരു ഗ്രാഫിൽ നമ്മൾ നോക്കാം, എക്സിന് 0. എക്സ് 0 ആവുമ്പോൾ നമ്മുടെ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 1 അല്ലേ? അതായത് എക്സ് 0 ആയപ്പോൾ പി ഓഫ് എക്സ് എന്നുള്ളത് 1 ആണ്. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമായ പോളിനോമിയലിൽ കൊടുക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്നുള്ളതിൽ കൊടുക്കുക. എക്സിന് പകരം 0 കൊടുക്കുക, പി ഓഫ് എക്സിന് പകരം 1 കൊടുക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു എന്നതിന് പകരം പി ഓഫ് എക്സിന് 1 ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. എ ഇൻറ്റു എക്സിന് പകരം 0 കൊടുക്കുക. എ ഇൻറ്റു 0 പ്ലസ് ബി. 1 ഈക്വൽ ടു എ ഇൻറ്റു 0 ആണ്. 0 പ്ലസ് ബി എന്ന് കിട്ടും. അതായത് ബി ഈക്വൽ ടു 1 എന്ന് കിട്ടി. ബിയുടെ വാല്യൂ 1 ആണ് എന്ന് കിട്ടി. ഓക്കെ, അതവിടെ വെക്കുക. ബിയുടെ വാല്യൂ 1. ഇനി എയുടെ വാല്യൂ നോക്കണം. അതിനു വേണ്ടി എക്സിന് വേറെ ഒരു വാല്യൂ കൂടി കൊടുക്കാം. ഇനി എക്സിന് അടുത്ത വാല്യൂ കൊടുക്കാം. എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്ര ആവുന്നു നോക്കണം. എക്സിന് 1 കൊടുത്താൽ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 4 ആണ്. അതായത് എക്സ് ഈക്വൽ ടു 1 ആവുമ്പോൾ പി ഓഫ് എക്സ് എന്നുള്ളത് 4 ആവും. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ കൊടുത്താൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. അതിൽ പി ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കണം? 4 കൊടുക്കണം. അപ്പോൾ നമുക്ക് 4 ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. എ ഇൻറ്റു എക്സിന് പകരം 1. എ ഇൻറ്റു 1 പ്ലസ് ബി ദറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കിട്ടും. അതായത് എ പ്ലസ് ബി ഈക്വൽ ടു 4 എന്ന് കിട്ടി. അതിൽ നമുക്കറിയാം ബി 1 ആണെന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് പകരം ബിക്ക് പകരം നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ പ്ലസ് 1 ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു 4 പ്ലസ് 1നെ നമ്മൾ മാറ്റിയാൽ -1 ആവും. അതായത് എ ഈക്വൽ ടു 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. എയുടെ വാല്യൂ നമുക്ക് കിട്ടി 3. എയുടെ വാല്യൂ 3 കിട്ടി. ബിയുടെ വാല്യൂ 1ഉം എയുടെ വാല്യൂ 3ഉം ആണ്. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്: പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. അതിൽ എക്കും ബിക്കും വാല്യൂ കൊടുത്താൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്ക് പകരം നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 ആണ്. 3x പ്ലസ് ബിക്ക് പകരം 1. അപ്പോൾ നമുക്ക് കിട്ടി നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 3x പ്ലസ് 1. ഇതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഗ്രാഫിൻ്റെ പോളിനോമിയൽ. ക്ലിയർ ആണോ? അടുത്തത് ഇവിടെ വേറൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ പോളിനോമിയലും ഇതേപോലെ കണ്ടുപിടിക്കണം. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെയാണ്: പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ആദ്യം നമുക്ക് നേരത്തെ പോലെ തന്നെ എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എത്രയാണെന്ന് നോക്കണം. അത് ഗ്രാഫിൽ നോക്കി കണ്ടുപിടിക്കണം. എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്താണ്? ഇവിടെ തന്നെയാണ്, 0 തന്നെയാണ്. അപ്പം എക്സിന് 0 കൊടുത്താൽ പി ഓഫ് എക്സും 0 ആണ്. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ കൊടുത്താൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി. അതിൽ പി ഓഫ് എക്സ് നമുക്ക് 0 ആണ്. അപ്പോൾ 0 ഈക്വൽ ടു എ ഇൻറ്റു എക്സും 0. അപ്പം എ ഇൻറ്റു 0 പ്ലസ് ബി ആവും. അതായത് 0 ഈക്വൽ ടു എ ഇൻറ്റു 0 ആണ്. 0 പ്ലസ് ബി ബി. അപ്പോൾ നമുക്ക് കിട്ടി ബി ഈക്വൽ ടു 0. ബി ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ബിയുടെ വാല്യൂ കിട്ടി 0. ഇനി നെക്സ്റ്റ് എയുടെ വാല്യൂ കിട്ടണം. അതിനു വേണ്ടി വേറൊരു പോയിന്റ് കൂടെ എടുക്കാം. എക്സിന്
നമുക്ക് എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എത്ര എന്നുള്ളത് ഗ്രാഫിൽ നോക്കണം. എക്സിന് 1 കൊടുത്താൽ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്നുള്ളത് 2 ആണ്. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ കൊടുത്താൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി, അതിൽ പി ഓഫ് എക്സിന് പകരം 2 കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ഈക്വൽ ടു എ ഇൻറ്റു എക്സിന് പകരം 1, എ ഇൻറ്റു 1 പ്ലസ് ബി, അതായത് എ പ്ലസ് ബി എന്ന് കിട്ടും. 2 ഈക്വൽ ടു എ പ്ലസ് ബി. ബി നമുക്കറിയാം ബി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 2 ഈക്വൽ ടു എ പ്ലസ് 0 എന്ന് വെച്ചാൽ എ. അപ്പോൾ നമുക്ക് കിട്ടി എയുടെ വാല്യൂ 2 ആണ്. എ ഈക്വൽ ടു 2 എന്ന് കിട്ടി. എ ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി ഇത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ കൊടുത്താൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇതിൽ എക്കും ബിക്കും വാല്യൂ കൊടുത്താൽ നമുക്ക് കിട്ടും പി ഓഫ് എക്സ് ഈക്വൽ ടു എക്ക് പകരം 2 കൊടുക്കാം. 2x പ്ലസ് ബി. ബി 0 ആണ്, അപ്പോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കിട്ടി പി ഓഫ് എക്സ് ഈക്വൽ ടു 2x. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്നതിൻ്റെ ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് ഏതാണ് പോളിനോമിയൽ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഇതേപോലെ ലാസ്റ്റ് ഒരു ഗ്രാഫും കൂടെ ഉണ്ട്. ഇതാണ് ഗ്രാഫ്. ഇനി മൂന്നാമത്തേത്, ഇതാണ് മൂന്നാമത്തെ ഗ്രാഫ്. ഈ ഒരു ഗ്രാഫിൻ്റെയും പോളിനോമിയൽ കണ്ടുപിടിക്കണം. ആദ്യം നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എഴുതി വെക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇതിൽ എക്കും ബിക്കും എന്താണ് വാല്യൂ കിട്ടുന്നത് എന്ന് നോക്കണം. അതിനുവേണ്ടി എക്സിന് നമ്മൾ വാല്യൂസ് കൊടുക്കാം. ആദ്യം നമുക്ക് എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്നുള്ളത് എന്തായി മാറും? എക്സ് ഇതാ ഇവിടെ 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് നമുക്ക് കിട്ടുക -2. ഇവിടെയാണ് പി ഓഫ് എക്സ് -2 ആവും. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ കൊടുത്താൽ പി ഓഫ് എക്സിന് പകരം -2 കൊടുക്കുക. -2 ഈക്വൽ ടു എ ഇൻറ്റു എക്സിന് പകരം 0, എ ഇൻറ്റു 0 പ്ലസ് ബി. അതായത് -2 ഈക്വൽ ടു എ ഇൻറ്റു 0, 0 പ്ലസ് ബി എന്ന് കിട്ടും. അതായത് നമുക്ക് കിട്ടി ബി ഈക്വൽ ടു -2. ബിയുടെ വാല്യൂ -2 ആണെന്ന് കിട്ടി. ഇനി എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനു വേണ്ടി എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂടെ കൊടുക്കാം. ഇവിടെ നമുക്ക് എക്സിന് 2 കൊടുക്കാം. എക്സിന് 2 കൊടുക്കാം. എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്നുള്ളത് എന്തായി മാറും? എക്സിന് 2 കൊടുത്താൽ പി ഓഫ് എക്സ് എന്നുള്ളത് 0 കിട്ടും. എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0 ആണ്. ഇനി അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ കൊടുത്താൽ പി ഓഫ് എക്സിന് പകരം 0 കൊടുക്കാം. 0 ഈക്വൽ ടു എ ഇൻറ്റു എക്സിന് പകരം 2 കൊടുത്താൽ എ ഇൻറ്റു 2 പ്ലസ് ബി. അതായത് 0 ഈക്വൽ ടു എ ഇൻറ്റു 2, 2a പ്ലസ് ബി എന്ന് കിട്ടും. 2a പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ബിയുടെ വാല്യൂ -2 ആണ്. അത് ഈ ഇക്വേഷനിൽ കൊടുത്താൽ 2a പ്ലസ് ബി, പ്ലസ് ബിക്ക് പകരം ബിയുടെ വാല്യൂ -2 ആണ്. അപ്പോൾ നമുക്ക് -2 കൊടുക്കാം. 2a -2 ഈക്വൽ ടു 0 എന്ന് വരും. അതായത് 2a ഈക്വൽ ടു 2. ദാറ്റ് ഇംപ്ലൈസ് a ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ബിയുടെ വാല്യൂ -2 ആണെന്ന് കിട്ടി. അതേപോലെ എയുടെ വാല്യൂ 1 ആണെന്ന് കിട്ടി. ഇത് നമ്മുടെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിൽ കൊടുത്താൽ നമുക്ക് കിട്ടി പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി അല്ലേ. എ വെച്ചാൽ 1 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ എക്സ് തന്നെ. അതായത് എക്സ് പ്ലസ് ബിക്ക് പകരം -2. അപ്പോൾ നമുക്ക് കിട്ടി പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് -2. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് -2. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യന് നമുക്ക് പോളിനോമിയൽ തന്നു. പോളിനോമിയൽ നിന്നും എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് ഗ്രാഫ് തന്നു. ഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് ആ ഗ്രാഫിൻ്റെ പോളിനോമിയൽ കണ്ടുപിടിക്കുന്നത് എന്നും പഠിച്ചു. ഓക്കെ, താങ്ക് യു.